ശ്രീ കെ സി റിയാസുദ്ദീൻ കഴിഞ്ഞ ഒരാഴ്ചയെങ്കിലുമായി കോൺഗ്രസ് കടുത്ത പ്രതിരോധത്തിലായിരുന്നു. അതവരുടെ നേതാക്കളുടെ ഒക്കെ വാർത്താ സമ്മേളനത്തിലും വാക്കുകളിലുമൊക്കെ നിഴലിക്കുകയും ചെയ്തിരുന്നു. ആ ഒരാഴ്ചയ്ക്ക് ശേഷം കോൺഗ്രസിന് ആർജവവും ഉന്മേഷവും ഒക്കെ തിരിച്ചു കിട്ടിയത് ഇന്നലെയാണ്. അതിന് കാരണം ഡിവൈഎഫ്ഐ വടകരയിൽ നടത്തിയ പ്രതിഷേധമാണ്. അപ്പോൾ ഷാഫി പറമ്പിൽ ഇപ്പോൾ പൊതുമണ്ഡലത്തിൽ ഏതെങ്കിലും ആരോപണം നേരിട്ട് നിൽക്കുന്ന ആളല്ല. ഷാഫി പറമ്പിലിനെ അങ്ങോട്ട് പോയി തോണ്ടി കോൺഗ്രസിനെ പ്രതിരോധത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള രക്ഷാദൗത്യം ഡിവൈഎഫ്ഐ ഏറ്റെടുത്തിട്ടുണ്ടോ? ഒരിക്കലുമില്ല അഭിലാഷ്. ഷാഫി പറമ്പിൽ ഇന്നലെ വടകരയിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന് കേരളത്തിലാകെ കോൺഗ്രസ് വളരെ അക്രമാസക്തമായ രീതിയിൽ ചില പ്രതിഷേധങ്ങളും എല്ലാം നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊരു കാര്യം ഇന്നലെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന ഭാരവാഹികൾ തന്നെ വളരെ വ്യക്തമായി പത്രസമ്മേളനത്തിലൂടെ അറിയിച്ചതാണ്. ഷാഫി പറമ്പിലിനെ എന്നല്ല, കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഒരു നേതാവിനെയും വഴിയിൽ തടയാൻ ഡിവൈഎഫ്ഐ എന്ന നിലയ്ക്ക് ഞങ്ങൾ തീരുമാനിച്ചതല്ല, തീരുമാനിച്ചിട്ടുമില്ല. ഇന്നലെ വടകരയിലുണ്ടായ ഒറ്റപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് പുറത്തേക്ക് വന്ന ഷാഫി പറമ്പിലിൻ്റെ വാഹനത്തിൽ അദ്ദേഹത്തെ അനുഗമിച്ചിരുന്ന ചിലർ അവിടെ ജനാധിപത്യപരമായി പ്രതിഷേധം അറിയിക്കുന്നു. ഞങ്ങളുടെ തീരുമാനപ്രകാരം അങ്ങനെ തീരുമാനിച്ചുറപ്പിച്ച് സംസ്ഥാനത്താകെ ഷാഫി പറമ്പിലിനെയോ മറ്റുള്ള ആളുകളെ തടയാൻ വേണ്ടിയുള്ള ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടൊന്നുമല്ല. അവിടെ ഉണ്ടായിരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരെ വളരെ മോശമായ രീതിയിൽ അല്ല, എനിക്ക് മനസ്സിലാവാത്തത് ഷാഫി പറമ്പിലിനോട് എന്തിനാണ് പ്രതിഷേധം? ഷാഫി പറമ്പിലിനെതിരെ എന്തെങ്കിലും ആരോപണമോ വെളിപ്പെടുത്തലോ കേസോ അങ്ങനെ എന്തെങ്കിലും നിലനിൽക്കുന്നുണ്ടോ? പിന്നെ ഒറ്റപ്പെട്ടതെന്ന് പറഞ്ഞു, പട്നയിൽ നിന്ന് തിരിച്ച് കേരളത്തിലെത്തി വടകരയിൽ എത്തിയത് മുതലുണ്ട് സമാനമായ സാഹചര്യം. ഇപ്പോൾ ഒരു ജനപ്രതിനിധിയാണ്, ജനപ്രതിനിധികൾ വേറെയുണ്ട്. ഇപ്പോൾ ഷാഫിയെ ടാർഗറ്റ് ചെയ്യാനുള്ള ഒരു കാരണം വേണമല്ലോ. അല്ല, ഷാഫിയെ ടാർഗറ്റ് ചെയ്ത് ഷാഫിയെ അങ്ങനെ ഉപരോധിക്കാനും വഴിയിൽ തടയാനും ഒന്നും ഡിവൈഎഫ്ഐ തീരുമാനിച്ചിട്ടില്ല എന്ന് ഡിവൈഎഫ്ഐ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള തള്ളി പറഞ്ഞിട്ടു. ഞാൻ അതിലേക്കാണ് വരുന്നത്. പിന്നെ ഷാഫി പറമ്പിൽ ഇന്നലെ അവിടെ നടത്തിയ ഷാഫി പറമ്പിലിന്റെ പേരുമായി ബന്ധപ്പെട്ട് തന്നെ പലരും ഉപയോഗിക്കുന്ന ചില വാക്കുകളൊക്കെ കടമെടുത്ത് നടത്തിയ ചില പ്രതികരണങ്ങളെക്കുറിച്ച് ഉൾപ്പെടെ ചില ചർച്ചകളും പൊതുമധ്യത്തിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. ഒരു കാര്യം, ഷാഫി പറമ്പിലിന് ഈ വിഷയവുമായി നേരിട്ട് ബന്ധമുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും സംശയവുമില്ല. പാലക്കാട് പോലെ ഒരു മണ്ഡലത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഈ പെർവേർട്ടിനെ, ഈ ഹാബിച്വൽ ഒഫൻഡറെ, ഈ ക്രിമിനലിനെ ഷാഫിയുടെ പിൻഗാമിയായിട്ടാണ്, കൊച്ചനുജനായിട്ടാണ്, കുഞ്ഞനുജനായിട്ട് ഷാഫി തന്നെ പ്രഖ്യാപിച്ച് കോൺഗ്രസിനകത്ത് സംസ്ഥാന തലത്തിലും ജില്ലാ കോൺഗ്രസിനകത്തും ഉണ്ടായിരുന്ന എതിർപ്പുകളെ മുഴുവൻ വെല്ലുവിളിച്ച് ഷാഫിയുടെ നോമിനിയായിട്ടാണ്, പിൻഗാമിയായിട്ടാണ് പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ മത്സരിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത്. ഒന്ന്, ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഉയർന്നു വന്ന പരാതികൾ പ്രതിപക്ഷ നേതാവിനും KPCC പ്രസിഡന്റിനും എല്ലാം അറിയാമായിരുന്നത് പോലെ കോൺഗ്രസിനകത്ത് നിന്ന്, KSUവിനകത്ത് നിന്ന്, സംസ്ഥാന യൂത്ത് കോൺഗ്രസിനകത്ത് നിന്ന് ധാരാളം മോശമായ അനുഭവങ്ങൾ, ലൈംഗികമായ അവരുടെ പരാതികൾ, അല്ലെങ്കിൽ ധാരാളം പരാതികൾ പല വനിതകളിൽ നിന്നായി പലപ്പോഴായി ലഭിച്ചിരുന്നു എന്ന കാര്യത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് വളരെ കൃത്യമായ ബോധ്യവും ധാരണയും ഉണ്ടായിരുന്ന ആളാണ് ഷാഫി എന്ന കാര്യത്തിൽ ആർക്കും സംശയവുമില്ല. പക്ഷേ ഈ ആരോപണം ഉയർന്നു വന്ന ഘട്ടം തൊട്ട്, അതിന് കൃത്യമായ തെളിവുകൾ പുറത്തു വന്ന ഘട്ടം തൊട്ട്, അതിൻ്റെ ടെലിഫോൺ, മൊബൈൽ സംഭാഷണങ്ങൾ പുറത്തു വന്നതിന് ശേഷവും പരസ്യമായി
ഒരു ഉളുപ്പുമില്ലാതെ ശരി, എനിക്ക് വലിയ ധാർമ്മികതയൊക്കെ പ്രസംഗിക്കുന്ന ആളായിരുന്നല്ലോ ഷാഫി പറമ്പിൽ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഉളുപ്പുമില്ലാതെ പരസ്യമായി രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കാൻ അയാളെ നിലനിർത്താൻ യൂത്ത് കോൺഗ്രസിൽ നിന്ന് അയാൾക്കെതിരെ നടപടി ഉണ്ടായി, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി. പക്ഷേ MLA ആയി രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇവിടെ നിലനിർത്തുമെന്ന് വെല്ലുവിളിച്ച് കോൺഗ്രസിലെ തന്നെ VD സതീശനെ ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തി. അത് എന്ത് രീതിയിലുള്ള ഭീഷണിയാണ് എന്നെല്ലാം ഉള്ള ശരി, നമുക്കത് അടുത്ത റൗണ്ടിൽ ചർച്ച ചെയ്യാം. ഇതാണല്ലോ ഡിവൈഎഫ്ഐയുടെ പ്രശ്നം. മനസ്സിലായി. ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം.